കാരണവർ വധക്കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ വധക്കേസിൽ നമ്മുടെ ശിക്ഷ കിട്ടിയ ഷെറിന് ചട്ടം ലംഘിച്ച് പരോൾ അനുവദിച്ചതിൻ്റെ രേഖകൾ 24 കിട്ടി. 2012 മുതൽ 15 വരെയുള്ള കാലയളവിൽ ചട്ടം ലംഘിച്ച് പരോൾ അനുവദിച്ചതിൻ്റെ രേഖകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 394 വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെട്ട പ്രതി ആ ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ പരോൾ നൽകാവൂ എന്നതാണ് നിലവിലെ ചട്ടം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, പറയൂ, ഈ ചട്ടലംഘനം ഇതിൽ വ്യക്തമായി ഉണ്ടായിരുന്നോ? സ്കെയിൻ, വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകളാണ് സ്കെയിൻ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രത്യക്ഷമായി ചട്ടം ലംഘിച്ചുവെന്ന് എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം സ്കെയിൻ, ഈ പ്രതിയെ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ നല്ല നടപ്പിന്റെ പേരിൽ വിട്ടയക്കാനുള്ള സർക്കാർ തീരുമാനം അതേറെ വിവാദമായിരുന്നു, ഏറെ ചർച്ചകളിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. ഷെറിന്റെ സഹ തടവുകാരി കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുമായി വന്നത് ഈ ജയിലിനകത്ത് പോലും ഷെറിന് വലിയ രീതിയിലുള്ള പരിഗണന ലഭിച്ചു എന്നുള്ളതായിരുന്നു ഈ സഹ തടവുകാരിയുടെ വെളിപ്പെടുത്തൽ. അന്ന് അവർ പറഞ്ഞിരുന്ന ആരോപണം ഈ പരോൾ അനുവദിക്കുന്നതിൽ ഉൾപ്പെടെ ഈ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടന്നു എന്നുള്ളതായിരുന്നു സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ. അത് ശരിവെക്കുന്ന വിവരാവകാശ രേഖയാണ് സ്കെയിൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2012 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് 8 തവണയാണ് ഷെറിന് പരോൾ അനുവദിച്ചിരിക്കുന്നത്. 2012 മുതൽ 15 വരെ സാധാരണ ഓർഡിനറി പരോൾ മാത്രമായി 6 തവണ അനുവദിച്ചു. എമർജൻസി പരോളായി 2 തവണ, അതായത് 11/8/12 മുതൽ 17/9/2012 വരെയും 28/11/13 വരെയും 8/1/14 വരെയും എമർജൻസി പരോൾ അടക്കം 8 പരോളുകളാണ് ഇക്കാലയളവിൽ അനുവദിച്ചിരിക്കുന്നത്. എസ്കെയിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 309 വകുപ്പ്, അതായത് അത് മോഷണക്കുറ്റമാണെന്ന്. ഈ കൊലപാതക ശ്രമത്തിനൊപ്പം തന്നെ ഒരു മോഷണക്കുറ്റം കൂടി ഷെറിനെതിരെ ചുമത്തിയിരുന്നു. ഈ 394 വകുപ്പ് നിലനിൽക്കുമ്പോൾ ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഈ പരോൾ അനുവദിക്കാവൂ എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ പരോൾ നൽകിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം പുറത്തു വന്നിരിക്കുന്ന സ്കീം. താങ്ക് യു.